ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഗ്രീൻ പീസും എഗ്ഗും വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഗ്രീൻ പീസ് എഗ് മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1.5 കപ്പ് കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. അത് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഇതാദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഗ്രീൻ പീസ് ഇപ്പോൾ ഞാനൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 2.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കർ മൂടിയിട്ട് വേവിച്ചെടുക്കണം. ഗ്രീൻ പീസ് നമ്മൾ നന്നായി തന്നെ വേവിച്ചെടുക്കണം. വെന്തുടഞ്ഞ് വരുന്നവരെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ പീസ് വെന്ത് വരുന്ന സമയം കൊണ്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാനിപ്പോൾ 6 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കാം. സവാള എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നന്നായി തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതിലോട്ട് ഈ സമയം അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് നടുകീറി വെച്ചതും അല്പം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള എല്ലാം കളർ മാറി വരുന്നുണ്ട്. നമ്മൾ സവാള നന്നായി തന്നെ വഴറ്റിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കറിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയെല്ലാം നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം. ഞാൻ മസാലകളെല്ലാം ഒന്ന് ചൂടാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാലകളൊക്കെ ചൂടാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് ചൂടാക്കി എടുക്കാം. സിമ്മിൽ വെച്ചിട്ട് വേണം ചൂടാക്കി എടുക്കാൻ, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ചൂടായിട്ടൊരു നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിത് ഉള്ളി വഴറ്റിയതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉള്ളിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വെച്ച് ഗ്രീൻ പീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പീസെല്ലാം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഗ്രീൻ പീസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഗ്രീൻ പീസിൽ ഓൾറെഡി വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്കിപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു സെമി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും വെള്ളം മതിയാവും. ഇനി ഇതൊന്ന് ബോയിലായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറി നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 5 എഗ്ഗ് സ്ക്വയേഴ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ എഗ്ഗ് കട്ട് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് എല്ലാം കൂടെ മിക്സായി നല്ലൊരു ടേസ്റ്റ് ആവുന്നത്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 2 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കറിയൊന്ന് തുറന്ന് നോക്കാം. കറി ഇവിടെ നല്ല സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഗ്രീൻ പീസ് എഗ് മസാല റെഡി ആയിട്ട് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്